അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. ഖുറൈശികളായിട്ടുള്ള ആളുകളെ ഇനിയും സത്യസരണിയിലേക്ക്, സത്യദീനിലേക്ക് കൊണ്ടുവരിക, അത് സാധ്യമാണെന്നുള്ള ആശയം അവിടെ അവശേഷിച്ചിരുന്നില്ല. മക്കയിൽ തീർത്ഥാടനത്തിന് വന്നിരുന്ന അതിൻ്റെ ചുറ്റുപാടുമുള്ള പരിസര പ്രദേശത്തുള്ള ഖുറൈശികളല്ലാത്ത ഖുറൈശി ഇതര ഗോത്രങ്ങളും പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ വാക്കുകളെയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെ പോലും അവഗണിക്കുകയാണ് ചെയ്തത്. കാരണം അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ അതവർ മനസ്സിലാക്കിയിരുന്നു. അദ്ദേഹത്തെ ആരെങ്കിലും സഹായിച്ചു കഴിഞ്ഞാൽ അവരെയും ശത്രുക്കളായിട്ട് കരുതുമാറ് ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട ആളുകൾക്ക് പകയുണ്ടാകും. അതും അവർ കണ്ടു. അതേ സമയത്ത് തന്നെ ഉമറിൻ്റെയും ഹംസയുടെയും പ്രതാപവും ഹാഷിം മുത്തലിബ് വംശങ്ങളുടെ സംരക്ഷണവും ഉള്ളതിനാൽ ഖുറൈശികളുടെ ദ്രോഹം, പീഡനം അത് കൂടുതൽ കഠിനമാവുകയില്ല എന്നുള്ള പ്രതീക്ഷ പ്രവാചകനുണ്ടായിരുന്നു, പ്രവാചകന്റെ ഒപ്പമുള്ള ആളുകൾക്കും ഉണ്ടായിരുന്നു. എങ്കിലും അള്ളാഹുവിൻ്റെ സഹായവും പിന്തുണയും ലഭിക്കാത്ത പക്ഷം തൻ്റെ ദൗത്യം തന്നോടൊപ്പമുള്ള വിശ്വാസികളുടെ ഒരു കൊച്ചു വൃത്തത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുമോ, ക്രമേണ അതില്ലാതായി പോകുമോ എന്നൊരു ഭയം ആ ഒരു ഘട്ടത്തിൽ പ്രവാചകനെ പിടികൂടാതിരുന്നിട്ടുണ്ടായിരുന്നില്ല. കൂടെയുള്ള ആൾക്കാരുടെ സ്ഥിതി എന്താണ്? അവര് ദുർബലരാണ്, ദുർബല മനസ്സുള്ളവരാണ്, അങ്കുലി പരിമിതര്, വിരലിൽ എണ്ണാവുന്ന ആൾക്കാരേ ഉള്ളൂ. ആയതുകൊണ്ട് തന്നെ അവർ മാർഗഭ്രംശത്തിന് സാധ്യത വളരെ ധാരാളമാണ്. അവർ അതിന് വിധേയരാണ്. ഏത് സമയത്തും അവർ പോകാം. ദിവസങ്ങൾ കഴിഞ്ഞു വരുന്തോറും തൻ്റെ സ്വന്തം ജനതയ്ക്കുള്ളിൽ താൻ ഒറ്റപ്പെടുകയാണ് എന്ന് പ്രവാചകന് മനസ്സിലായി. മാത്രമല്ല, ഖുറൈശികളുടെ പക ഏറി വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, നിശ്ചയദാർഢ്യം അതൊക്കെ ഇല്ലാതായി പോയോ? ഒരിക്കലുമില്ല. മറിച്ച് തൻ്റെ സ്വന്തം നാഥനിൽ നിന്ന് ലഭിച്ച സത്യത്തിലുള്ള വിശ്വാസം അത് വർദ്ധിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം അതിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. സാധാരണ മനസ്സുകളെ ഇത്തരം പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ സാധാരണ മനസ്സുകൾ തളർന്നു പോകും. അവരെ തളർത്തിക്കളഞ്ഞെന്ന് വരും ഇത്തരം പ്രവർത്തനങ്ങൾ. പക്ഷേ സാധാരണേതല്ലാത്ത, അസാധാരണമായിട്ടുള്ള, വിശിഷ്ടമായിട്ടുള്ള അന്തരംഗം, അത് വിശ്വാസവും ദാർഢ്യവും ഇത്തരം സാഹചര്യങ്ങൾ
വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അത്തരം ഹൃദയങ്ങളിൽ ദൈവസഹായത്തിലും ദിവ്യദീനിൻ്റെ അന്തിമ വിജയത്തിലും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് മനം മടിപ്പിക്കുന്ന ഏകാന്തത, സംസാരിക്കാൻ പോലും ആരും വരുന്നില്ല. വഴിയിൽ പോകുന്ന ആളുകൾ, പരിചയക്കാർ, ബന്ധുക്കൾ, അവർ മുഖത്തേക്കൊന്ന് നോക്കുന്നു പോലുമില്ല. ഉപചാരത്തിൻ്റെ പേരിലൊന്ന് മൂളുക പോലും ചെയ്യുന്നില്ല. മനം മടിപ്പിക്കുന്ന ഏകാന്തത. പ്രവാചകനും മനുജരന്മാരും അങ്ങനെയാണ് അവിടെ കഴിച്ചുകൂട്ടിയത്. വിദ്വേഷം, വെറുപ്പ്, അതിൻ്റെ തീനാളങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും അസ്വസ്ഥനാക്കിയില്ല. ഖദീജ ബീവിയുടെയും തൻ്റെ പ്രിയപത്നി ഖദീജ ബീവിയുടെയും തൻ്റെയും സമ്പത്ത് അതും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതും പരിഗണിക്കാതെ, അതും കണക്കിലെടുക്കാതെ അതേ മക്കയിൽ തന്നെ ജീവിച്ചു. താൻ ദിനം പ്രതി ഭൗതിക ലോകത്ത് തന്നെ ദരിദ്രനായിക്കൊണ്ടിരിക്കുകയാണെന്ന യാഥാർത്ഥ്യം അതും അദ്ദേഹത്തെ ദുർബലപ്പെടുത്തിയില്ല. തനിക്ക് ലഭിക്കുമെന്നുറപ്പുള്ള അല്ലാഹുവിൻ്റെ സഹായം, ദിവ്യമായിട്ടുള്ള സഹായം, അതല്ലാതെ മറ്റൊന്നും അദ്ദേഹം പ്രതീക്ഷിച്ചതുമില്ല. ഹജ്ജ് കാലത്ത് മക്കയിൽ സമ്മേളിക്കാറുള്ള അറബികളെ അവരുടെ അവഗണനയും ദ്രോഹവും കൂട്ടാക്കാതെ, അവരുടെ അധിക്ഷേപ വചനങ്ങളെ കൂട്ടാക്കാതെ താൻ കൊണ്ടുവന്ന സത്യത്തിലേക്ക് അദ്ദേഹം വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരുന്നിരുന്നു. ആ സന്ദർഭത്തിൽ ചുറ്റും കൂടി നിൽക്കുന്ന മക്കയിലെ വിവരം കെട്ടവർ, ഖുറൈശികൾ, പലതരത്തിലും അദ്ദേഹത്തെ ഉപദ്രവിക്കും. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മസംതൃപ്തിയെയോ നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷയെയോ കെടുത്തിക്കളയാൻ ഇവർക്ക് ആർക്കും കഴിഞ്ഞില്ലെന്നുള്ളതാണ്. ഇത്തരം അധിക്ഷേപ വചനങ്ങൾക്ക് കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. കാരണം അതിപ്രതാപശാലിയായിട്ടുള്ള അല്ലാഹുവാണ് തന്നെ ഈ നിയോഗവുമായിട്ട്, സത്യത്തിൻ്റെ നിയോഗവുമായിട്ട് അയച്ചത്. അതേ അല്ലാഹു തന്നെ നിശ്ചയമായും ഈ സത്യത്തെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, ഉറപ്പാണ്. നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് സംവാദം നടത്താനാണ് തനിക്ക് ദിവ്യബോധനം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ, വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്താൽ, എല്ലാ അധിക്ഷേപങ്ങളെയും മറികടന്നുകൊണ്ട് വീണ്ടും ആ സ്നേഹസംവാദം നടത്തിക്കഴിഞ്ഞാൽ ക്രമേണ ശത്രുക്കൾ പോലും ആത്മമിത്രങ്ങളായിട്ട് മാറും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ജനങ്ങളോട് സൗമ്യനായിട്ടും സംഭാഷണം നടത്താനാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. അതുവഴി അവർ ചിന്തിക്കുന്നവരും ഭയഭക്തിയുള്ളവരുമായേക്കാം. ഭൗതിക ലോകത്തിനപ്പുറം സത്യസരണിയിലൂടെ നടന്നെത്താവുന്ന മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള ബോധം അവരിൽ കയറി കൂടിയേക്കാം. ആയതുകൊണ്ട് തന്നെ ക്ഷമിക്കുക, ആവോളം ക്ഷമിക്കുക. നിശ്ചയമായിട്ടും അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയുണ്ട്. അത് പ്രവാചകൻ ഉറപ്പായിരുന്നു. ആ ഉറപ്പായിരുന്നു പ്രവാചകന്റെയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ളവരുടെയും ശക്തി. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ഏതാനും കൊല്ലങ്ങൾ മാത്രമേ പ്രവാചകന് കാത്തിരിക്കേണ്ടി വന്നുള്ളൂ. അപ്പോൾ കാണുകയാണ് അങ്ങകലെ ചക്രവാളത്തിൽ വിജയത്തിൻ്റെ ഒരു ദീപ്തി തെളിയുന്നത്. യസ്രീബിൻ്റെ ഭാഗത്തു നിന്നാണ് അതിൻ്റെ ആദ്യ കിരണങ്ങൾ പ്രസരിച്ചത്. യസ്രീബുമായിട്ട് പ്രവാചകന് വ്യാപാര ബന്ധം മാത്രമല്ല, വ്യാപാരേതര ബന്ധങ്ങളും ഉണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിന് ബന്ധുക്കളുണ്ട്. പിതാമഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ അമ്മാവന്മാരായ ബനു നജാർ
തൻ്റെ മാതാവ് വർഷം പ്രതി സന്ദർശിക്കാറുണ്ടായിരുന്ന ഒരു ഖബറുണ്ട് അവിടെ. പിതാവ് അബ്ദുള്ളയുടെ ഖബർ. അവിടം സന്ദർശിക്കാനാണ് സ്നേഹമയ്യായിട്ടുള്ള ആമിന പോയിരുന്നത്, മാതാവ് പോയിരുന്നത്. ജീവിതത്തിന്റെ വസന്തത്തിൽ വേർപിരിഞ്ഞുപോയ പുത്രന്റെ ഖബർ സന്ദർശിക്കാൻ അബ്ദുൽ മുത്തലിബും അവിടെ പോകാറുണ്ടായിരുന്നു. പ്രവാചകൻ അദ്ദേഹവും തൻ്റെ 6-ാമത്തെ വയസ്സിൽ മാതാവിനോടൊപ്പം യസ്രീബിൽ പോവുകയും പിതാവിൻ്റെ ഖബർ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് മടങ്ങുന്ന വഴിയാണ് മാതാവ് ആമിന രോഗബാധിതയായി മരണമടഞ്ഞതും മക്കയ്ക്കും യസ്രീബിനും മധ്യേ അബവ എന്ന സ്ഥലത്ത് മറമാടപ്പെട്ടതും. ഇത്തരം ബന്ധങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശമാണ് യസ്രീബ്. നമസ്കാരത്തിൻ്റെ തൻ്റെ ഖിബലയും മുൻഗാമികളായിട്ടുള്ള മൂസ, ഈസ തുടങ്ങിയവരുടെ കേന്ദ്രവുമായിട്ടുള്ള ബൈത്തുൽ മുഖദ്ദിസിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആ യസ്രീബിൽ നിന്ന് തന്നെ വിജയത്തിൻ്റെ ആശാകിരണങ്ങൾ പ്രസരിച്ചതിൽ ഒരു അത്ഭുതവും തോന്നിയില്ല. പ്രവാചകന് വിജയവും ഇസ്ലാമിന് പ്രചാരവും നൽകാനുള്ള ഭാഗ്യം, വിധി അങ്ങനെയുള്ള യസ്രീബിന് അള്ളാഹു കൊടുത്തതിലും ആശ്ചര്യമില്ല. അൽഹംദുലില്ലാഹ്.